പ്രേമ, ഈ ഭാവിയിലെ ഇന്ധനം എന്ന രീതിയിൽ ഹൈഡ്രജനെ കുറിച്ച് നമ്മൾ പല ചർച്ചകളും ഇവിടെ നടന്നിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് ഈ ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറഞ്ഞൊരു ചർച്ച മുമ്പുണ്ടായത്. ഇപ്പോൾ അത് വന്ന് പിങ്ക് ഹൈഡ്രജൻ എന്ന രീതിയിലും ഒരു ചർച്ച പോകുന്നുണ്ട്. എന്താണ് ഈ പിങ്ക് ഹൈഡ്രജൻ? നമ്മുടെ കൽപ്പാക്കത്തെ ഒരു ആണവ നിലയത്തെക്കുറിച്ച് സമീപകാലങ്ങളിൽ വലിയ വാർത്തകൾ വന്നിരുന്നു. ഏറ്റവും ഒടുവിലത്തെ വലിയ വാർത്തയാണ് അവിടെ പിങ്ക് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത്. അപ്പോൾ ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു വാതകമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഭാവികാല ഇന്ധനം ആയിട്ട് ഹൈഡ്രജനെയാണ് എല്ലാവരും കരുതുന്നത്. ഇപ്പോൾ ഈ പെട്രോൾ, ഡീസൽ അല്ലെങ്കിൽ മറ്റ് ഇന്ധനങ്ങളൊക്കെ ഒരു പരിധിക്കപ്പുറം നമുക്കിനി ആശ്രയിക്കാൻ പറ്റില്ല. അപ്പോൾ ആശ്രയിക്കാൻ പറ്റുന്ന, പ്രകൃതിയിൽ നിന്ന് നമുക്ക് എളുപ്പം കിട്ടുന്ന ഒരു സംഗതി എന്ന നിലയിൽ ഹൈഡ്രജൻ അത് പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദമായ ഒരു ഇന്ധനവും കൂടി ആയതുകൊണ്ട് ഹൈഡ്രജനെയാണ് ആശ്രയിക്കുന്നത്. നിസ്സാരമായി പറഞ്ഞാൽ നമ്മുടെ ചെറിയ ക്ലാസ്സിലെ തൊട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ വെള്ളം എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും H2O വെള്ളം. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും ചേരുന്നതാണ് വെള്ളം. ആ വെള്ളത്തിൽ നിന്ന് ഹൈഡ്രജനെ മാത്രം വേർതിരിച്ചെടുക്കാനും പറ്റുകയാണെങ്കിൽ ഹൈഡ്രജൻ എന്ന് പറയുന്നത് പെട്ടെന്ന് കത്തുന്ന ഒരു വാതകമാണ്, ജ്വലനശേഷിയുള്ളൊരു വാതകമാണ്. അപ്പോൾ ആ ശേഷിയെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അതിനെ ഇന്ധനമാക്കി മാറ്റാം. ഇതാണ് അതിൻ്റെ ബേസിക്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചാണ് ചർച്ചകൾ വന്നിരുന്നത്. ഇപ്പോൾ ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദമായ ഹൈഡ്രജൻ. ഈ വെള്ളത്തിൽ നിന്ന് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ അതിന് ആ രാസപ്രവർത്തനം പൂർത്തിയാക്കണമെങ്കിൽ വലിയ തോതിൽ കറണ്ട് വേണ്ടിവരും, വൈദ്യുതി വേണ്ടിവരും. അപ്പോൾ ആ വൈദ്യുതി നമ്മളിപ്പോൾ താപവൈദ്യുത നിലയങ്ങളിൽ നിന്നോ കൽക്കരി നിലയങ്ങളിൽ നിന്നോ ആ വൈദ്യുതി ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം കൽക്കരി കത്തിച്ച് വലിയ രീതിയിൽ കാർബൺ ഉണ്ടാക്കിയിട്ട് ആ കറണ്ട് കൊണ്ടുവന്ന് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അപ്പോൾ സോളാർ പാനലുകളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിച്ചോ വൈദ്യുതി സൃഷ്ടിച്ച് ആ വൈദ്യുതി ഉപയോഗിച്ച് വെള്ളത്തിൽ നിന്ന് ഹൈഡ്രജനെ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ഗ്രീൻ ഹൈഡ്രജൻ എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. ഇപ്പോൾ പിങ്ക് ഹൈഡ്രജൻ എന്ന് പറഞ്ഞു. പിങ്ക് ഹൈഡ്രജൻ. അപ്പോൾ പിങ്ക് ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും ഹൈഡ്രജൻ വേർതിരിക്കുന്നതിന് കറണ്ട് വേണം. ആ കറണ്ടിൻ്റെ സോഴ്സ് ആണവ നിലയങ്ങളിൽ നിന്നാണെങ്കിൽ അതിനെ പിങ്ക് ഹൈഡ്രജൻ എന്ന് വിളിക്കും. അപ്പോൾ ഇന്ത്യയിൽ അത് പ്രത്യേകതയുള്ളത്, നമ്മൾ ആണവ നിലയങ്ങളിലെ കറണ്ട് അല്ല ഉപയോഗിക്കുന്നത്, ആണവ നിലയങ്ങളിൽ വലിയ തോതിൽ ചൂട് ഉണ്ടാകും. ആ ചൂടിനെ ഉപയോഗിച്ച് ഹൈഡ്രജൻ ഉണ്ടാക്കുന്ന രീതി വന്നേക്കുന്നു. അപ്പോൾ ഇത് ഒരിക്കലും നമ്മളെ ഈ ആണവം എന്ന് പറയുമ്പോൾ അതും പരിസ്ഥിതി സൗഹൃദം നമുക്ക് പറയാനൊക്കില്ല, പൂർണ്ണ തോതിൽ പറയാനൊക്കില്ല. പക്ഷെ നമ്മളിവിടെ ആ ആണവ പരിപാടികളല്ല ഉപയോഗിക്കുന്നത്, അതിൻ്റെ ബൈ പ്രൊഡക്റ്റായ അതിൻ്റെ ചൂട് മാത്രമാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ആത്യന്തികമായിട്ട് ഇതൊരു ആണവ നിലയത്തെ ആശ്രയിച്ച് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതായതുകൊണ്ട് ഇതിനെ നമുക്ക് പിങ്ക് ഹൈഡ്രജൻ, പിങ്ക് എന്ന ആ ഗണത്തിലേ പെടുത്താൻ പറ്റുള്ളൂ. മറ്റു പല രാജ്യങ്ങളിലും ഈ ആണവ വൈദ്യുതി ഉപയോഗിച്ച് ഹൈഡ്രജനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിനെയാണ് പൊതുവിൽ നമ്മൾ പിങ്ക് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. നമ്മളിവിടെ അതിൻ്റെ ഊഷ്മാവ് ഉപയോഗിക്കുന്നെങ്കിലും ഇവിടെയും പിങ്ക് ഹൈഡ്രജൻ എന്ന് പറയും. അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ച് പറഞ്ഞു, ഇപ്പോൾ പിങ്ക് ഹൈഡ്രജനെ കുറിച്ച് പറഞ്ഞു. ഇനി ഗ്രേ ഹൈഡ്രജൻ ഉണ്ട്. ഗ്രേ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായി ഏതെങ്കിലും തരത്തിലുള്ള ഇന്ധനം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് അത് ഇപ്പോൾ കാർബൺ ബഹിർഗമനം ഉണ്ടാകുന്ന തരത്തിലുള്ള ഹൈഡ്രജൻ ഉൽപ്പാദനം, അതാണ് ഗ്രേ ഹൈഡ്രജൻ. പിന്നെ ഇതുണ്ട്, നീല ഹൈഡ്രജനും കൂടിയുണ്ട്. അത് ഇതിൽ ഇതേപോലുള്ള ഇന്ധനം ഉപയോഗിക്കുന്നു, പക്ഷെ പുറത്തേക്ക് തള്ളുന്ന കാർബൺ അവിടെ തന്നെ സ്റ്റോർ ചെയ്യുന്നു, പ്രകൃതിയിലോട്ട് പോകാൻ അനുവദിക്കില്ല. അപ്പോൾ അതിന് അപ്പോൾ ഇങ്ങനെ 4 ക്ലാസിഫിക്കേഷനും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ കൽപ്പാക്കത്തെ ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ ആറ്റോമിക് റിസർച്ച് കൂടാതെ ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്റർ അവർ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു പൈലറ്റ് പ്ലാന്റ്, അതിൻ്റെ പേര് കോപ്പർ ക്ലോറിൻ തെർമോ കെമിക്കൽ സൈക്കിൾ എന്നാണ് ആ പരിപാടിയുടെ പ്രത്യേകത. ഇപ്പോൾ സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞു, ഹൈഡ്രജൻ വാതകം ഉൽപ്പാദിപ്പിക്കുക, വെള്ളത്തിൽ നിന്ന് ഹൈഡ്രജനെ വേർതിരിക്കുക, അത് വെള്ളത്തിലൂടെ ഒരു കൃത്യ അനുപാതത്തിൽ വൈദ്യുതി കടത്തിവിട്ടാൽ അതായത് നമ്മുടെ ഇലക്ട്രോലൈസിസ് എന്നാണ് ആ പ്രക്രിയയുടെ പേര്. ആ പരിപാടിയിലൂടെ ഹൈഡ്രജൻ വേർതിരിച്ചെടുക്കാം. പക്ഷെ അതിന് വലിയ അളവിൽ കറണ്ട് വേണ്ടി വരും. പക്ഷെ ഇവിടെ ഈ ആണവ നിലയത്തിലെ ചൂട് 500 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള ചൂടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ സംവിധാനത്തിന് ഇവർ കൊടുത്തിരിക്കുന്ന പേരാണ് കോപ്പർ ക്ലോറിൻ തെർമോ കെമിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഒരു രാസപ്രവർത്തനമാണ് വാസ്തവത്തിൽ നടക്കുന്നത്. അപ്പോൾ ഈ സംവിധാനത്തിന് അവർ കോപ്പർ ക്ലോറിൻ തെർമോ കെമിക്കൽ സൈക്കിൾ എന്നാണല്ലോ പേരിട്ടേക്കുന്നത്. അപ്പോൾ ഇതിൽ നടക്കുന്ന ഒരു രാസപ്രവർത്തനം, അതിൽ ഈ കോപ്പർ
ചെമ്പ്, കോപ്പറും ക്ലോറിൻ സംയുക്തങ്ങളും നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ് ഇതിൽ പ്രധാന ഘടകങ്ങൾ. ഇപ്പോൾ ഈ കോപ്പർ ക്ലോറിൻ സംയുക്തങ്ങൾ നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് രാസപ്രവർത്തനം നടക്കുമ്പോൾ അവിടെ ഹൈഡ്രജൻ വേർതിരിയും. കൂടെ അവിടെ മറ്റൊരു സംഗതി ഉൽപ്പാദിപ്പിക്കപ്പെടും. അത് കോപ്പർ ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഈ കോപ്പർ ക്ലോറൈഡ് ഇതിനകത്ത് വലിയ ഊഷ്മാവിൽ ഏതാണ്ട് 530 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഊഷ്മാവിൽ ക്രിസ്റ്റൽ രൂപത്തിലാകും. ഈ ക്രിസ്റ്റൽ രൂപത്തിലുള്ള ഈ സാധനത്തെ വീണ്ടും ചൂടാക്കുമ്പോൾ ഓക്സിജനും വേർതിരിക്കപ്പെട്ട് അതും പുറത്തോട്ട് പോകും. ഓക്സിജൻ നമുക്ക് ആവശ്യമില്ല, വെളിയിലോട്ട് പുറത്ത് തള്ളപ്പെടുകയും ചെയ്യും. അപ്പോൾ ഈ പറയുന്ന പരിപാടി ഇപ്പോൾ ഹൈഡ്രജൻ വേർതിരിക്കൽ പരമ്പരാഗത രീതിയിൽ വെള്ളത്തിൽ നിന്ന് വൈദ്യുതി കടത്തിവിടുമ്പോൾ ഹൈഡ്രജൻ വേർതിരിക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് താരതമ്യേന വളരെ ലളിതമായ ഒരു സാങ്കേതിക വിദ്യയാണ്. പക്ഷേ ഇതിന് വളരെ സങ്കീർണമായ സാങ്കേതിക വിദ്യയാണ്. ഈ ടെക്നോളജി ചില്ലറ പരിപാടി നല്ല മെനക്കേടുള്ള വളരെ റിസ്ക് ഫാക്ടർ ഉള്ള ഒരു സംഗതിയാണ്. കൂടാതെ ആദ്യത്തെ പരിപാടിക്ക് വൈദ്യുതി ഇനത്തിൽ വലിയ ചെലവുണ്ടെങ്കിൽ ഇതില് വൈദ്യുതി എന്ന് പറയുന്ന സാധനം നാമമാത്രമായ മതി. ഫൈനൽ പ്രോസസ്സിൽ ചെറിയ രീതിയിൽ മാത്രം പിങ്ക് ഹൈഡ്രജൻ വളരെ ചെറിയ രീതിയിൽ മാത്രം വൈദ്യുതി ആവശ്യമുള്ളൂ. ഇപ്പോൾ വൈദ്യുതി ചെലവ് വളരെ കുറവാണ്. കൂടാതെ ഈ പറയുന്ന രീതിയിൽ നമുക്ക് എത്ര വേണമെങ്കിലും ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാം. കാരണം നമ്മുടെ ഈ കൽപ്പാക്കത്തെ ഈ നിലവിലെ പ്ലാന്റിൽ ചെറിയ രീതിയിൽ സജ്ജമാക്കിയ, അതായത് പരീക്ഷണാടിസ്ഥാനത്തിൽ സജ്ജമാക്കിയ പ്ലാന്റിൽ മണിക്കൂറിൽ 150 ലിറ്റർ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. അങ്ങനെ ഒരു ദിവസം 3600 ലിറ്റർ. ഇത് അതിന്റെ ശേഷി വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ പദ്ധതി ഇടുകയാണ്. ഒരു മണിക്കൂറിൽ 3000 ലിറ്റർ വരെ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിൽ ഇത് സംഭരിക്കാം. കാരണം ഈ പറയുന്ന സംവിധാനത്തെ നമ്മളവിടെ നമ്മുടെ ഫാസ്റ്റ് ബ്രീഡർ പ്രോട്ടോടൈപ്പ് റിയാക്ടർ അവിടെ ഉണ്ട്. അതായത് നമ്മൾ സാധാരണഗതിയിൽ ആണവ റിയാക്ടറുകളിൽ യുറേനിയം ഉപയോഗിച്ച് അതിൽ ന്യൂട്രോൺ ഫിഷൻ നടത്തി അത് വിഘടിപ്പിച്ച് വലിയ ഊർജ്ജം ഉണ്ടാക്കി അതിൽ നിന്നാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക. പക്ഷേ നമ്മുടെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൽ നമ്മൾ തോറിയവും പ്ലൂട്ടോണിയവും ഒക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ കരിമണലിൽ നിന്ന് കിട്ടുന്ന തോറിയം അതിൽ വെച്ചിട്ട് അതിനെ യുറേനിയം 233 ആക്കി അത് മാറ്റുക എന്നുള്ള പരിപാടിയും ഈ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിലുണ്ട്. അതായത് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ആണവ ഇന്ധനത്തെക്കാൾ ഉപരിയായിട്ട് അവിടെ വീണ്ടും ആണവ ഇന്ധനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു റിയാക്ടറാണ്. അപ്പൊ അതാണ് ഈ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. അപ്പൊ അതിലും വലിയ അളവിൽ താപം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ സംഗതിയുമായിട്ട് നമ്മുടെ ഈ പറയുന്ന കോപ്പർ ക്ലോറിൻ തെർമോ കെമിക്കൽ സൈക്കിൾ ബന്ധിപ്പിക്കുന്ന ഒരു പരിപാടിയിലേക്ക് കടക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത് വളരെ ലോലമായ, വളരെ സാന്ദ്രത കുറഞ്ഞ ഒരു വാതക രൂപമാണ്, പെട്ടെന്ന് തീപിടിക്കുന്നതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹൈഡ്രജൻ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, അത് കൃത്യമായി സ്റ്റോർ ചെയ്യപ്പെടണം. കാരണം വലിയ തീപിടുത്ത സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ വലിയ കൂറ്റൻ ഉരുക്ക് ടാങ്കുകൾ വേണ്ടി വരും. നമ്മുടെ പെട്രോളും ഡീസലും ഒക്കെ സംഭരിക്കുന്നതിനേക്കാൾ വലിയ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കേണ്ടി വരും. പിന്നെ അത് മാത്രമല്ല, ഇത് സംഭരിക്കാനായിട്ട് വലിയ അളവിൽ സംഭരണശാലകളും വേണ്ടിവരും. കാരണം ഇത് എല്ലായിടവും നമുക്ക് ഈ ഹൈഡ്രജൻ നമുക്ക് ഇപ്പൊ പെട്രോൾ ഡീസൽ സംഭരിക്കുന്നത് പോലെ അവിടെ കൊണ്ടേ സംഭരിച്ചു വെക്കുക അസാധ്യമാണ്. കാരണം ഇത് ഈ തരത്തിൽ ഒരു സുരക്ഷാ പ്രശ്നം കൂടി ഇതുണ്ട്. അപ്പൊ ആ രീതിയിൽ ഈ രീതിയിൽ സജ്ജീകരിക്കേണ്ടതുണ്ട്. ഇനി മറ്റൊരു സാധ്യത വരുന്നത്, ഇനി വാണിജ്യ അടിസ്ഥാനത്തിൽ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ ദ്രാവക രൂപത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഹൈഡ്രജനെ. അപ്പൊ ദ്രാവക രൂപത്തിൽ മാറ്റണമെങ്കിൽ ഇതിനെ വലിയ രീതിയിൽ തണുപ്പിക്കണം. ഏതാണ്ട് 253 ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പിച്ച് നമ്മുടെ ഈ റോക്കറ്റ് ഇന്ധനമായിട്ട് ഹൈഡ്രജനെ ഉപയോഗിക്കുമ്പോൾ ഈ രീതിയാണ് ചെയ്യുന്നത്. ആ രീതിയിൽ തണുപ്പിച്ച് ഇതിനെ ദ്രാവക രൂപത്തിലേക്ക് മാറ്റിയിട്ടായിരിക്കും നമ്മൾ ഇതിനെ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ഉൽപ്പാദനം അത് വരാനായിട്ട് കുറച്ചധികം സമയം വേണ്ടി വരും. പിന്നെ മറ്റൊരു രീതി നമ്മുടെ ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്റർ കണക്കാക്കുന്നത് ഇതിനെ മെറ്റൽ ഹൈഡ്രൈഡ്സ് എന്ന രീതിയിൽ മാറ്റുക. ചില ലോഹക്കൂട്ടുകളിലോട്ട് ഇതിനെ സംയോജിപ്പിച്ച് വെക്കുക ഹൈഡ്രജനെ. എന്നിട്ട് ഈ ലോഹക്കൂട്ട് ചൂടാകുമ്പോൾ ഈ ഹൈഡ്രജൻ സ്വതന്ത്രമാക്കപ്പെടും. ആ രീതിയിലുള്ളൊരു സംഗതി, ആ ഒരു ടെക്നോളജി നമ്മൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഭാവിയിൽ ഈ പിങ്ക് ഹൈഡ്രജൻ വലിയൊരു സാധ്യതയാണ്. ഈ ഗ്രീൻ ഹൈഡ്രജൻ ആണ് നമുക്ക് വേണ്ടതെങ്കിലും അതിന് വൻതോതിൽ നമുക്ക് വൈദ്യുതി വേണം. ഗ്രീൻ ഹൈഡ്രജൻ ആണെങ്കിൽ ഉറപ്പായിട്ടും അതിന് സോളാർ എനർജിയോ വിൻഡ് എനർജിയോ വേണം. പക്ഷെ അതിന് പ്രായോഗികമായ ഒരുപാട് തടസ്സമുണ്ട്. കാര്യം ഈ പറയുന്ന സോളാറും വിൻഡും കാലാവസ്ഥയെ അടിസ്ഥാനമാക്കിയായിരിക്കും വൈദ്യുതി ഉൽപ്പാദനം നടക്കുക.
രാത്രി സമയത്ത് സോളാർ വൈദ്യുതി തീരെ ഉണ്ടാകത്തുമില്ല. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഈ ആണവ നിലയങ്ങളുമായി സംയോജിപ്പിച്ചിട്ടുള്ള ഈ പരിപാടി എന്ന് പറഞ്ഞാൽ 24 hours വർക്കിംഗ് ആയിരിക്കും, സദാസമയമേ ഉൽപാദനം നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഭാവിയിൽ ഈ ഹൈഡ്രജൻ വലിയൊരു ഊർജ്ജ സ്രോതസ്സായി മാറുമെങ്കിൽ ഈ പിങ്ക് ഹൈഡ്രജൻ ആയിരിക്കും നമുക്ക് ഉപകാരപ്പെടുന്നത്, അല്ലെങ്കിൽ രാജ്യത്തെ വലിയ രീതിയിൽ സഹായിക്കുക.